ഇനി അന്തർദേശീയ തലത്തിലേക്ക് കടന്നാൽ യുഎസ് യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകില്ല. ഇന്നലെ ട്രംപും സെലൻസ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ആയുധ വ്യാപാരം സംബന്ധിച്ച തീരുമാനമായില്ല. എന്നാൽ യുക്രൈനും റഷ്യയും നിലവിലെ നിയന്ത്രണ രേഖയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. ട്രംപിന്റെ വാക്കുകൾ കേൾക്കാം. I met with President Zelensky, as you know, today. We had a very good meeting, very cordial meeting. In my opinion, they should stop the war immediately. You go by the battle line wherever it is, otherwise it's too complicated. You'll never be able to figure it out. You stop at the battle line, and both sides should go home, go to their families, stop the killing, and that should be it. Stop right now at the battle line. I told that to President Zelensky. I told it to President Putin. എന്നാൽ യുക്രൈൻ ആദ്യഘട്ട ചർച്ചയിൽ ഈ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നു. ട്രംപ് സഹായിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇന്നലെ യോഗത്തിന് ശേഷം സെലൻസ്കി പ്രതികരിച്ചു. That it was also difficult to manage the situation in the Middle East, and if President was successful in it, I hope that he will manage this situation. Also, we spoke about Budapest. President shared with me their dialogue with Russian side, so we understand for us all the signals from Russians. They are not new, but we count on President, on his pressure on Putin to stop this war. I think we have to stop where we are, and he is right. President is right that we have to stop where we are. അജയ് സുധാ ബിജു ഉണ്ട് നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇന്നലെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് സെലൻസ്കിയും ട്രംപുമായി. അമേരിക്കയുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മിസൈൽ ചോദിച്ചാണ് സെലൻസ്കി എത്തിയത്. കൊടുക്കാമെന്നുള്ള തരത്തിലുള്ള ധാരണ തന്നെയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നൽകുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയത് എങ്ങനെയാണ്? ഇതിനിടയ്ക്ക് പുടിനുമായി നടത്തിയ ട്രംപിന്റെ സംഭാഷണമാണോ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വലിച്ചത്? അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് നമ്മൾ കരുതുന്നത്. പ്രധാനമായിട്ടും ഈ ട്രംപ് പുടിൻ ഫോൺ സംഭാഷണം അതൊരു 2.5 മണിക്കൂറോളം നീണ്ട ഒരു ദീർഘമായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു. ഈ സംഭാഷണത്തിൽ മിസൈലിൻ്റെ ആ ഒരു കൺസേൺ അത് പുടിൻ പ്രധാനമായിട്ടും ട്രംപിനോട് ഉന്നയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. എന്നാൽ മാധ്യമങ്ങളോട് ഈ മിസൈലുകൾ യുക്രൈന് നൽകും, ടോമഹോക്ക് മിസൈലുകൾ യുക്രൈന് നൽകും എന്നുള്ള രീതിയിലാണ് ട്രംപ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. എന്നാൽ സെലൻസ്കി തൻ്റെ രാജ്യത്തുള്ള നിരവധി പ്രതിനിധികളുമായിട്ടെല്ലാം കഴിഞ്ഞ ദിവസം US-ലെത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചകൾക്ക് ശേഷം ഈ മിസൈലുകൾ നിലവിൽ യുക്രൈന് നൽകാൻ സാധിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് പറഞ്ഞാൽ ഈ മിസൈലുകൾ അത് യുക്രൈന് നൽകുകയാണെങ്കിൽ അത് യുദ്ധം കൂടുതൽ വ്യാപിക്കാനായിട്ട് ഇടയാകും, യുദ്ധത്തിൻ്റെ കാഠിന്യം അത് കൂടുതൽ വർദ്ധിക്കും. റഷ്യയും നമുക്ക് ആവശ്യമുള്ള ഒരു പങ്കാളിയാണ്. റഷ്യയെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസൈലുകൾ നിലവിൽ നൽകാൻ സാധിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഭാവിയിൽ നൽകാനുള്ള സാധ്യതകളെയും അദ്ദേഹം പൂർണ്ണമായിട്ട് തള്ളുന്നില്ല. നിലവിൽ ഈ മിസൈലുകൾ യുദ്ധത്തിൻ്റെ വ്യാപനം അത് കൺസേണായി എടുത്തുകൊണ്ട് നൽകുന്നില്ല എന്നാണ് അദ്ദേഹം നിലവിൽ ഇന്നലെ സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ യുദ്ധം പെട്ടെന്ന് തന്നെ ഇരു രാജ്യങ്ങളും റഷ്യയും യുക്രൈനും ഉടൻ തന്നെ അവസാനിപ്പിക്കണം. നിലവിൽ എവിടെയാണോ നിയന്ത്രണ രേഖയുള്ളത് അവിടെ തന്നെ യുദ്ധം അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളിലെ സൈനികർ തിരിച്ചു പോകണം എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഈ ആവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ട ചർച്ച അലാസ്കയിൽ വെച്ച് നടന്നിട്ടുള്ള ആദ്യഘട്ട ചർച്ചയിൽ യുക്രൈൻ ഈ ആവശ്യം നിഷേധിച്ചിരുന്നു. കാര്യം ഈ പ്രധാനമായിട്ട് പല മേഖലകളും ഈ ഡോൺബാസ് മേഖല ഉൾപ്പെടെ പല മേഖലകളും യുക്രൈൻ്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം റഷ്യ പിടിച്ചടക്കിയിരുന്നു. അപ്പോൾ ഇതെല്ലാം യുക്രൈന് തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്താൽ ഭാവിയിൽ ഒരു യുദ്ധത്തിന് ഇവിടെ ഇരുന്നു കൊണ്ട് റഷ്യ പദ്ധതിയിടും എന്നുള്ളത് ഉൾപ്പെടെയാണ് യുക്രൈൻ ഒരു കൺസേൺ ആയിട്ട് കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത്. ഇത്തവണ US വീണ്ടും ആവശ്യം ഉന്നയിക്കുന്നത് ഇവിടെ തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. എന്നാൽ നിലവിൽ സെലൻസ്കി ഈ ആവശ്യത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം വളരെ
പോസിറ്റീവായിട്ടാണ് ട്രംപിൻ്റെ ഒരു ആവശ്യങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ട്രംപ് ഈ മിഡിൽ ഈസ്റ്റിലുള്ള സംഘർഷം, ഇസ്രായേലിന് ഹമാസിനിടയിലുള്ള സംഘർഷം അവസാനിപ്പിച്ചു. ഇതിൻ്റെ ഒരു പ്രതിഫലനം അത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ഉണ്ടാകും എന്നാണ് സെലൻസ്കി പ്രതീക്ഷ പങ്കുവച്ചത്. അതുപോലെ തന്നെ ബൂഡാപെസ്റ്റിൽ വെച്ച് ട്രംപും പുടിനും തമ്മിൽ കാണുന്ന കൂടിക്കാഴ്ച, ഇതിൽ അദ്ദേഹം നിലവിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ല. പുടിനുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതോടുകൂടി ഈ ഒരു യുദ്ധം അത് തങ്ങൾക്ക് അനുകൂലമായിട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ മാറും എന്ന് തന്നെയാണ് സെലൻസ്കി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനപ്പുറം അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അജയ്. കാരണം നമ്മൾ അലാസ്കയിൽ കണ്ടതാണ്, വലിയ പ്രതീക്ഷയോടെയാണ് ആ ചർച്ച നടന്നത്. പക്ഷേ അത് എങ്ങും എത്താതെ പോയി എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ ബുഡാപെസ്റ്റിൽ നടക്കാൻ പോകുന്ന ചർച്ച അത് ത്രികക്ഷി ചർച്ച തന്നെയാണോ? ഇല്ല, നിലവിൽ പുടിനുമായിട്ടാണ് ഇവിടെ ബൂഡാപെസ്റ്റിൽ കൂടിക്കാഴ്ച നടത്തും എന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡേറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങളും നിലവിൽ വരുന്നതേ ഉള്ളൂ. ബൂഡാപെസ്റ്റിൽ വെച്ച് പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ ഈ ഒരു മിസൈൽ സംബന്ധിച്ചൊരു തീരുമാനം ഇപ്പോൾ ആകാത്തതിലും ഈ കൂടിക്കാഴ്ച അത് നിർണായകമായിട്ട് ട്രംപ് നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ നിലവിൽ മിസൈലുകൾ യുക്രൈന് നൽകുകയാണെങ്കിൽ റഷ്യ പൂർണ്ണമായിട്ടും ഈ ചർച്ചകളോട് മുഖം തിരിക്കുകയും യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള അമേരിക്കയുടെ നീക്കം അത് പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് തന്നെയാണ് മിസൈലുകൾ നിലവിൽ നൽകാതെയുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ട്രംപ് കടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെലൻസ്കി നിലവിൽ ട്രംപ് ഈ യുദ്ധം ഇവിടെ തന്നെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ ആ ഒരു ആവശ്യത്തിനോട് അദ്ദേഹം പ്രതികരിച്ചത്, ആ യുദ്ധം തീർച്ചയായിട്ടും അവസാനിപ്പിക്കണം, ട്രംപിൻ്റെ ആ ഒരു ആവശ്യത്തിനോട് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്, തീർച്ചയായിട്ടും ഇതിൻ്റെ റഷ്യ കൂടി ഇതിന് സഹകരിക്കണം, ചർച്ചയ്ക്ക് തയ്യാറാണ്, എങ്ങനെയുള്ള ചർച്ചയ്ക്ക് വേണമെങ്കിലും എന്ത് നിബന്ധനയ്ക്ക് വേണമെങ്കിലും തങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിക്കാണ് സെലൻസ്കി നിലവിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം സെലൻസ്കി ഇതിന് മുൻപേ നിലപാടെടുത്തിട്ടുള്ളത് ആ യുക്രൈൻ്റെ താല്പര്യങ്ങൾ ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെ വളരെ കാർക്കശ്യത്തോടെ പല കാര്യങ്ങളെയും നോക്കിക്കണ്ട ഒരു നേതാവാണ് സെലൻസ്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ചർച്ചകൾ, ഇനി ബൂഡാപെസ്റ്റിൽ വെച്ച് പുടിനുമായിട്ട് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനി ട്രംപിൻ്റെ നിലപാട് എന്താകുമെന്നുള്ളത് ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ നിർണായകമായിരിക്കും ആര്യ. തീർച്ചയായും. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.